ഹായ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ പ്രവാസി പ്രകാശ്. അപ്പോൾ ഇന്നോട്ട് നമുക്ക് അവധി തുടങ്ങി. 2-3 നാൾ അവധിയാണ്, വലിയ പെരുന്നാളിൻ്റെ. അപ്പം റൂമിൽ തന്നെ ഉണ്ട്, ഇറങ്ങിയില്ല. വെളിയിലോട്ട് പോയാലും നടന്ന് സംസാരിക്കുമ്പോൾ ഒത്തിരി ഡിസ്റ്റർബൻസ് വരുന്നുണ്ട്. അതുകൊണ്ട് ഇന്ന് റൂമിൽ ഇരുന്ന് തന്നെ നിങ്ങളോട് സംസാരിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നത്തെ ടോപ്പിക്ക് ഞാനിങ്ങനെ ആലോചിച്ചപ്പോൾ നമ്മൾ മൊബൈൽ ഉപയോഗം ഇപ്പോൾ എല്ലായിടത്തും കുട്ടികളുടെ ഇടയ്ക്കൊക്കെ ഒത്തിരി കൂടി വരുന്നുണ്ടല്ലേ. ഇപ്പം നമ്മളായാലും എപ്പോഴും മൊബൈലില്ലാതെ എപ്പോഴും വഴി കൂടെ നടന്നാലും മൊബൈൽ നോക്കിയാണ് നടക്കുന്നത്. അല്ല നടന്ന് വണ്ടി തട്ടിയാൽ പോലും നമ്മൾ അറിയാറില്ല അല്ലേ. ഇപ്പം ഞാൻ ചില സമയങ്ങളിലൊക്കെ പോകുമ്പോൾ എല്ലാവരും മൊബൈൽ, ഈവൻ ഞാനും കൂടി നോക്കാറുണ്ട്. ചില സമയത്ത് അങ്ങ് മാറ്റി വയ്ക്കാറുണ്ട്. ഇപ്പോൾ ഒരു വീട്ടിൽ പോയാലും കുട്ടികളൊക്കെ എല്ലാം മൊബൈൽ കൊടുക്കുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെ നമുക്ക് നിയന്ത്രിക്കാം എന്നുള്ളതാണ്. അപ്പോൾ ഇതിന് ഞാനിങ്ങനെ ആലോചിച്ചപ്പം മെയിനായിട്ട് പണ്ടൊക്കെ നമുക്ക് മൊബൈലൊന്നുമില്ല. മൊബൈലെല്ലാം കിട്ടിയത് ഒരു 2007-2008 ചെറിയ നോക്കിയയുടെ ചെറിയ മൊബൈൽ. അത് എല്ലാവർക്കും അറിയാമെന്നറിയില്ല. തുടക്കത്തിലൊക്കെ എനിക്കതായിരുന്നു. ചെറിയ, നമുക്ക് തറയിൽ വീണാൽ പോലും അത് പൊട്ടത്തില്ല, അങ്ങനത്തെ ചെറിയൊരു മൊബൈൽ. സിമ്മ് മാത്രമേ ഇടാൻ പറ്റത്തുള്ളൂ, അതിട്ടാണ് വിളിച്ചുകൊണ്ടിരുന്നത്. പിന്നെ പതിയെയാണ് മൊബൈലെല്ലാം വലിയ, നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാൻ വേണ്ടി എല്ലാം ഉള്ള മൊബൈലെല്ലാം വന്നത്. അപ്പോൾ ഇത് നിയന്ത്രിക്കാൻ വേണ്ടി മെയിനായിട്ട് നമുക്കുള്ളത്, അവരുടെ ഇപ്പം അഡിക്ഷൻ പോലെ ഉള്ളവർക്ക് പറഞ്ഞ് മനസ്സിലാക്കുക ആദ്യം. പിന്നെ അതിൻ്റെ ദൂഷ്യഫലങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത്. മെയിനായിട്ട് ഒരാൾ മൊബൈൽ ഇങ്ങനെ നോക്കിയിരിക്കുമ്പോൾ തന്നെ അത് ബ്രെയിനിനെ അത് അഫക്റ്റ് ചെയ്യും. കുട്ടികൾക്കാണെങ്കിൽ അത് പിന്നെ അവരുടെ ചിന്തയൊന്നും പോകത്തില്ല. അതുപോലെ തന്നെ നമ്മൾ ഒരു കാര്യം ഒരാൾ പറയുമ്പോൾ അത് ശ്രദ്ധിക്കത്തില്ല. പിന്നെ അവർക്ക് ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിക്കേണ്ട ഒരു ഇതെല്ലാം പോവും. അപ്പോൾ അത് എല്ലാം പറഞ്ഞ് മനസ്സിലാക്കുക. പിന്നെ കുറച്ച് നമ്മളും മൊബൈൽ വീട്ടിൽ പോയി കഴിഞ്ഞാൽ മാറ്റി വയ്ക്കുക. എന്നിട്ടെല്ലാം കൂടിയിരുന്ന് ഇപ്പം ഒരു പുസ്തകങ്ങളൊക്കെ വാങ്ങിക്കൊടുക്കുക, ഇല്ലെങ്കിൽ ഒരു കഥ പറയുക, ഒരുമിച്ചിരുന്ന് ചായ കുടിക്കുക, മൊബൈലിൽ എല്ലാവരും മാറ്റി വെച്ചിട്ട്. അതൊരു വഴിയാണ്. പിന്നെ പതിയെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ മാത്രം കൊടുക്കുക. പിന്നെ വലിയ കുട്ടികളാണെങ്കിൽ അവർ പറഞ്ഞ് മനസ്സിലാക്കുക. പിന്നെ ചെസ് ബോർഡൊക്കെ ഉണ്ടല്ലോ, ചെസ്സ് ഇല്ലെങ്കിൽ ക്യാരം ബോർഡുണ്ട്, അതൊക്കെ വാങ്ങിച്ചു കൊടുക്കുക. പിന്നെ അവരുമായിട്ട് സംസാരിക്കുക, വെറുതെ മൊബൈൽ മാറ്റി വെച്ചിട്ട് വെറുതെ സംസാരിക്കുക. എന്താണ് നിങ്ങൾക്ക് എന്ന് വെച്ചാൽ അവരുടെ, ഇപ്പോൾ ഓരോ കുട്ടികൾക്കും അറിയാമല്ലോ, അവർക്ക് ഓരോ കഴിവുണ്ടാവും. ചിലപ്പോൾ അവന് ഓരോ ഇൻട്രസ്റ്റ് ഉണ്ടാവും. അത് നോക്കിയിട്ട് ഇപ്പം ചിലവർക്ക് ക്രിക്കറ്റിനോടായിരിക്കും, ചിലപ്പം വേറെ ഒന്നിലോടായിരിക്കും. എങ്കിൽ അതിനുള്ള കാര്യങ്ങൾ നമുക്ക് കഴിവിന്, ചിലപ്പം കഴിവുള്ള അനുസരിച്ച് സ്കൂളിൽ അതുണ്ടെങ്കിൽ അതിനോട് ചേർത്ത് വിടുക. ഇപ്പോൾ അതെല്ലാം ചെയ്യാം. പിന്നെ വീട്ടിലൊക്കെ തന്നെ എല്ലാവരും കൂടെ കൂടിയിരുന്നിട്ട് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുക. ഇപ്പോൾ എല്ലാ വീടുകളിലും നടക്കുന്നത് എന്താണ്, വന്ന ഉടനെ ഓരോരുത്തരും ഓരോ മൂലയ്ക്ക് പോയിരിക്കും, മെസ്സേജ് അയക്കും, വാട്സാപ്പ് ചാറ്റ് ചെയ്യും. അതൊക്കെയുള്ളൂ. ആരും അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധങ്ങൾ ഒന്ന് പുതുക്കുകയോ ഒന്നിരുന്ന് സംസാരിക്കുകയോ ഒന്നുമില്ല. അപ്പം ഒന്നിൽ സീരിയലായിരിക്കും. അതെല്ലാം ഒന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് ഒന്ന് കൂടെ ഇരിക്കുക. ഇപ്പോൾ സൺഡേ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഒന്നിച്ചിരുന്ന് എല്ലാവരും കൂടെ ഒരു ദിവസം ഒന്ന് കൂടിയിരുന്ന് ഭക്ഷണം കഴിക്കുകയോ, അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ സംസാരിക്കുകയോ. അപ്പോൾ ഇവരുടെ ശ്രദ്ധ വേറെ ഒന്നിലോട്ട് കൊണ്ടുപോവുക. അത് മാത്രമാണുള്ളത് മെയിനായിട്ട്. അവരെ പറഞ്ഞ് മനസ്സിലാക്കുക. ഇല്ലെങ്കിൽ നമ്മൾ വീണ്ടും ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഓരോരോ അസുഖങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. പിന്നെ അവർക്ക് ദേഷ്യം, നിങ്ങൾ കൊടുക്കാതാകുമ്പം നമുക്കത് കിട്ടാതെ ഇരിക്കുമ്പോൾ ഒരു വെപ്രാളം എല്ലാം വരും. അപ്പോൾ അതെല്ലാം നമുക്ക്, ഇല്ലെങ്കിൽ ഓരോ ടൈം വയ്ക്കുക. ഇപ്പം ചിലയിടത്ത് ദുബായിലൊക്കെ തന്നെയാണെങ്കിൽ എല്ലാം ഓൺലൈൻ ക്ലാസ്സൊക്കെ വരുമ്പോൾ നമുക്ക് ടാബ്, അത് തന്നെ. ഇപ്പോൾ എൻ്റെ മോളും ഇവിടെ ഉണ്ടായിരുന്ന ടൈമിൽ അവർക്ക് ടാബ് വേണം മെയിനായിട്ട് ഓൺലൈന്, കോവിഡൊക്കെ ടൈമിൽ. അന്നേരം അവർ അത് കഴിഞ്ഞിട്ട് വീട്ടിൽ വന്നു കഴിഞ്ഞാലും ഇടയ്ക്കിടയ്ക്ക് എടുത്ത് നോക്കുമായിരുന്നു. പിന്നെ അത് കുറേ ആയപ്പം പുള്ളിക്കാരി തന്നെ പറയുന്നുണ്ട്, എനിക്ക് തല ഒരുമാതിരി ആകുന്നുണ്ട്, പിന്നെ ദേഷ്യമായി, എടുത്ത് മാറ്റാൻ പറ്റത്തില്ല. അങ്ങനെ കുറേ ദേഷ്യമൊക്കെ ആയപ്പോൾ ഞാൻ തന്നെ എടുത്ത് മാറ്റാൻ അവൾ തന്നെ ലാസ്റ്റ് പറഞ്ഞു. നമ്മളെന്തെങ്കിലും പറയുമ്പം പ്രൊട്ടസ്റ്റ് ചെയ്ത് നിൽക്കും. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ അത് പുള്ളിക്കാരിക്ക് തന്നെ മനസ്സിലായി, പറഞ്ഞത് മാറ്റി. അപ്പോൾ അങ്ങനെയൊക്കെ മൊബൈലിലും എല്ലാം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമുക്കൊരു ജോലിയുണ്ട്. ഇപ്പം നമ്മളൊരു ജോലി, ഇപ്പം അമ്മമാരൊരു ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കൊച്ചു കുഞ്ഞുങ്ങളാണെങ്കിൽ
നമ്മളത് ആ ഒരു വളർന്നു വരുന്ന ടൈം വരെ ഉള്ളൂ അതാ ബുദ്ധിമുട്ട്. പക്ഷേ അത് മാറാൻ വേണ്ടി ഇപ്പോൾ എന്ത് ചെയ്യുന്നത്, മൊബൈൽ കൊടുക്കും ഗെയിം എടുത്തിട്ട്. അപ്പോൾ ഈ കുട്ടികൾ അന്നേ പഠിച്ചടിച്ച് വരികയാണത്. അവരിങ്ങനെ നോക്കി നോക്കി അവർക്ക് തലയ്ക്കും പ്രശ്നം വരും, ഓരോ അസുഖങ്ങൾ വരും. പക്ഷേ നമ്മൾ ആ ടൈം അവരെ കൊണ്ട് ശല്യം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി അത് ചെയ്യുന്നുണ്ട്. പക്ഷേ അത് ഭാവിയിൽ അവന് അത് കിട്ടാതെ പറ്റത്തില്ലെന്നുള്ളൊരു സ്റ്റേജിലോട്ട് എത്തും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി ഒന്നിൽ അവന് പടം വരയ്ക്കാൻ എന്തെങ്കിലും വാങ്ങിക്കൊടുക്കുക, ചെറിയ ചെറിയ കളിപ്പാട്ടങ്ങൾ പറ്റുമെന്നുണ്ടെങ്കിൽ. ഇല്ലെങ്കിൽ വേറെ എന്തെങ്കിലും രീതിയിൽ നമ്മൾ അവിടെ കൂടെ ഇരുന്ന് തന്നെ നമ്മളെന്തെങ്കിലും കളിപ്പിക്കുക, കുറച്ച് ടൈം അവർക്ക് സ്പെൻഡ് ചെയ്ത് കൊടുക്കുക. അങ്ങനെയൊക്കെ നമുക്ക് കൊച്ചിലെ അവരുടെ ഇത് ശ്രദ്ധ മാറ്റി കൊണ്ടുവരാം. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ മാത്രം കൊടുക്കുക. അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം. നമ്മളെ കുഞ്ഞുങ്ങൾ വളർന്നു വരികയാണ്. അപ്പം അവർക്ക് കുഞ്ഞിലേ തന്നെ നമ്മളത് കൊടുക്കുന്നതല്ല, നമ്മൾ ചില സാഹചര്യങ്ങളായിരിക്കും. പക്ഷേ എന്തായാലും ഒന്ന് ശ്രദ്ധിച്ച് നമ്മൾ വളർത്തിക്കഴിഞ്ഞാൽ നല്ലൊരു തലമുറയായിട്ട് അവർ വളരും. അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. പുതിയ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും. ഗുഡ് ബൈ.